വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന വെള്ളൂർ മുളക്കുളം ചന്തപ്പാലം റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കണമെന്നും കുണ്ടും കുഴിയുമായ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിന് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ജ്വാലയിൽ ജനരോഷം ഇരമ്പി. വെള്ളൂർ ബസ് സ്റ്റാൻഡ് മുതൽ പഞ്ചായത്ത് ജംഗ്ഷൻ വരെ നടത്തിയ പ്രതിഷേധ ജ്വാലയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പ്രദേശവാസികൾ അണിനിരന്നു. വെള്ളൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ജനകീയ സമിതി രൂപീകരിച്ചത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 111 കോടി രൂപ വിനിയോഗിച്ച 22 കിലോമീറ്റർ റോഡ് ആധുനിക നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതായിരുന്നു പദ്ധതി. നിർമ്മാണം തുടങ്ങി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. റോഡിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ പലതവണ ഉറപ്പു നൽകിയെങ്കിലും അത് പാഴ്വാക്കായതോടെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സമരത്തിൽ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളടക്കം നൂറുകണക്കിന് ആളുകൾ ജ്വാല തെളിയിക്കൽ സമരത്തിൽ പങ്കെടുത്തു. ഞാൻ കാണുന്നു ഈ ഒരു കൂട്ടായ്മ, അതായത് നമ്മുടെ ഇതിനകത്ത് രാഷ്ട്രീയമില്ല എന്ന് മാഷ് തന്നെ പറഞ്ഞു. രാഷ്ട്രീയമില്ല, ജാതി മത വർഗ ഭേദങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താണ്? നമുക്ക് സഞ്ചാരയോഗ്യമായ റോഡ് ആവശ്യമാണ്. ശോചനീയാവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിന് അധികാരപ്പെട്ടിട്ടുള്ള ഉന്നതാധികാരികൾ സജീവമായി ഇടപെടണമെന്നും വെള്ളൂരുള്ള ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്നും തുടക്കത്തിൽ തന്നെ പറയാനും ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ രൂപം കൊണ്ടിരിക്കുന്ന ഈ ഒരു ജനകീയ കൂട്ടായ്മ യഥാർത്ഥത്തിൽ വെള്ളൂരിന്റെ വികസനത്തിന്റെ ഒരു ആദ്യത്തെ ചൂണ്ടുപലകയാണ്. ഏതൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളതിന്റെ നിരവധി നിർദ്ദേശങ്ങൾ ഏതാനും ചില യോഗങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഓരോ